ഇനി സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കും കേട്ടു നോക്കാം. അത് പരിശുദ്ധ ഖുർആൻ, പ്രവാചക ചര്യ, ഇത് എല്ലാം തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനവും സ്ത്രീകൾക്ക് നൽകുന്ന അർഹമായ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, വളരെ കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. ഈ പറയുന്ന ഖുറാനും മുഹമ്മദും സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ തഹ്ലിയ താത്തയും എന്താണ്ടൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് കേട്ടുനോക്കാം. ഈ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. എന്താണ് അവകാശം എന്നറിയില്ലല്ലോ. എന്നാൽ അവകാശം കാണിച്ചു കൊടുത്ത സമസ്തയുടെ ഒരു മീറ്റിങ്ങും കൂടെ, മുസ്ലിം ലീഗിന്റെ സമസ്തയുടെ ഒരു മീറ്റിങ്ങും കൂടെ കണ്ടോ, ഇതായിരിക്കും സ്ത്രീകൾക്ക് ഇനി കിട്ടാൻ പോകുന്ന അവകാശം. ക്ലാസ്സിലെ വിദ്യാർത്ഥി മാഷിദ PV എന്ന കുട്ടിയെ സാദരം ക്ഷണിക്കും. മാഷിദ PV വരികയാണേ. പത്താം ക്ലാസ്സിലെ കുട്ടിയെ ആരോട് അങ്ങോട്ട് വിളിച്ചത്? ഞാൻ നേരിൽ നിങ്ങൾ വിളിച്ചത് ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും അങ്ങോട്ട് വിളിക്കണ്ട. സമസ്തന്റെ ഇത് നിങ്ങൾക്ക് അറിയില്ലേ? സമസ്തന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറയും. ഇതാ വിളിച്ചത്? അല്ലല്ല, ഞാനല്ല, ഞാൻ എന്റെ കുട്ടിനെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ ഞങ്ങളൊക്കെ അവിടെ ഇത്തിക്കാണ്ട് വേണ്ടാത്ത പണി ചെയ്യാം. ഉള്ള വർത്തമാനങ്ങളുടെ ആരണ്ടോടെ തുണക്കി കാണിച്ച പോലെയാ. 10ാം ക്ലാസ്സിൽ പഠിച്ച് പാസ്സായ ഒരു പെൺകുട്ടിയെ അനുമോദിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിളിച്ചതിനാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ചു വന്ന് കാബറ ഡാൻസ് കളിച്ചതിനല്ലേ പറഞ്ഞത്. അതാണ് ഇവന്മാരുടെ മതരാഷ്ട്രം എന്ന് പറയുന്നത്. സമസ്തയുടെ തീരുമാനം അതാ, ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനം അതാ, മുസ്ലിം ലീഗിൻ്റെ തീരുമാനം അതാ. ഇതാണ് ഇവരുടെ മതരാഷ്ട്രം, ഇതാണ് ഇവർക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ താത്തയുടെ ഈ പറയുന്ന അവകാശവാദങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്ത് പറ്റും സ്ത്രീകൾക്ക്? മുഹമ്മദിൻ്റെ ചെയ്തികളാണ് ശരി തെറ്റുകളുടെ അടിസ്ഥാനം എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. മുഹമ്മദിൻ്റെ സുന്നത്താണ്, അതായത് മുഹമ്മദിൻ്റെ ചെയ്തികളാണ് ഇസ്ലാമിലെ ശരീഅത്ത് നിയമമെന്ന് പഠിപ്പിക്കുന്നത്. മുഹമ്മദ് ചെയ്തത് എന്താ? സ്ത്രീകളെ ചന്തയിൽ അപ്പുറത്തെ നാട്ടിലെ പെണ്ണുങ്ങളെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ട് വന്നിട്ട് മാർക്കറ്റിൽ പെണ്ണുങ്ങളെ വിറ്റഴിച്ചിട്ട് അതിന് പകരം ആയുധങ്ങൾ വാങ്ങിച്ച സാധനമാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ. മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലേ? ഞാൻ കാണിക്കാം. ഓക്കെ, ഇബ്നു ഇഷാഖിൻ്റെ സീറത്ത് റസൂലുള്ള എന്ന് പറയുന്ന പുസ്തകത്തിന് 466 പേജ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. സീറത്ത് റസൂലുള്ള ഇബ്നു ഇഷാഖിൻ്റെ 466 പേജിൽ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം. ദെൻ ദ അപ്പോസ്റ്റൽ സെന്റ് സായിദ്, ഞാൻ ഹൈലൈറ്റർ കൊണ്ട് നിർത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ദെൻ ദ അപ്പോസ്റ്റൽ സെന്റ് സാദ് ബിൻ സായിദ് അൽ അൻസാരി, brother of Abdul Ansar, with some of the captive women of Banu Qurayza. ഖുറൈസിയ ഗോത്രത്തിൽ നിന്ന് ഇവർ തട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ to Najd and sold them for horses and weapons. കുതിരക്കും ആയുധത്തിനും വേണ്ടി നജദിൽ കൊണ്ടുപോയി പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് നജദിലെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആ കാശിന് കുതിരയും ആയുധങ്ങളും വാങ്ങിച്ച മഹാനാണ് മാനവരിൽ മഹോന്നതനായ പ്രവാചകൻ. പ്രവാചകന്റെ ചെയ്തികളാണ് ശരി തെറ്റുകളുടെ അടിസ്ഥാനം. അപ്പം ഇത് ശരിയോ തെറ്റോ? ഇത് ശരി. പ്രവാചക ചെയ്തിയെ ആർക്കെങ്കിലും വിമർശിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതിന് വിമർശനത്തിന് പോലും അതീതമല്ല. വിമർശനത്തിന് ഇത് അതീതമാണ്. അങ്ങനെ വരുമ്പോൾ വിമർശനത്തിന് പോലും എന്താ പറയുക, സ്കോപ്പ് ഇല്ലാത്ത രീതിയിൽ മുഹമ്മദ് ചെയ്തു വെച്ചൊരു കാര്യമാണ് ഇവരുടെ ശരി. ഇതാണ് ഇവരുടെ ശരി. കാരണം ഹീ ഈസ് ദ ക്രൈറ്റീരിയ ഫോർ റൈറ്റ് ഓർ റോങ് ഫോർ എ മുസ്ലിം. അപ്പം മുസ്ലിങ്ങൾക്ക് ഇതാണ് ശരി. അപ്പുറത്തെ നാട്ടിലെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുവരിക, ആ പെണ്ണുങ്ങളെ ചന്തയിൽ കൊണ്ട് വിൽക്കുക. നമ്മൾ കണ്ട ഐസിസുകാരൊക്കെ പെണ്ണുങ്ങളെ ചന്തയിൽ കൊണ്ട് വിറ്റപ്പോൾ നമ്മൾ ഓർത്തു ഐസിസുകാർ കാടന്മാരാണ്ട, മുസ്ലിങ്ങളല്ല കേട്ടോ അത് ചെയ്തത്, അത് ഇസ്ലാമിക ഭീകരന്മാരാ, ഇറ്റ്സ് പൊളിറ്റിക്കൽ ഇസ്ലാം, ഇറ്റ്സ് നോട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ മതേതര മൊണ്ണകളെ. ദിസ് ഈസ് വാട്ട് ഇസ്ലാം. മുഹമ്മദ് ചെയ്തതാണത്. പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് ഐസിസുകാർ യസീദി പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിറ്റു. മുഹമ്മദ് ബാനു ഖുറൈസിയിലെ പെണ്ണുങ്ങളെ, ഖുറൈസി ഗോത്രത്തിലെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിറ്റു. എന്നിട്ട് അത് വെച്ച് കുതിരയും ആയുധങ്ങളും വാങ്ങിച്ചെന്ന് മുഹമ്മദിന്റെ മുസ്ലിങ്ങൾ എഴുതിയ ജീവചരിത്രത്തിൽ വെണ്ടക്ക അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇബ്നു ഇഷാഖിന്റെ സീറത്ത് റസൂലുള്ളയിൽ.
ഇതാണ് സ്ത്രീകൾക്ക് സംഭവിക്കാൻ പോകുന്ന ഫാത്തിമ തഹ്ലിയ. ഇതിനെയാണോ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഖുർആൻ കൊടുത്ത അവകാശം, അല്ല പെണ്ണുങ്ങൾക്ക് ഖുർആൻ അവകാശം കൊടുത്തു എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കൊണ്ട് പെണ്ണുങ്ങളെ വിറ്റഴിക്കുന്നതാണോ മുസ്ലിങ്ങൾക്ക് ഈ ഖുർആൻ സ്ത്രീകൾക്ക് കൊടുത്ത അവകാശം? യെസ്, ദാറ്റ്സ് ഇറ്റ്. സ്ത്രീകൾക്ക് മുഹമ്മദ് കൊടുത്തൊരു അവകാശമാണ് തട്ടിക്കൊണ്ടുവന്ന് പെണ്ണുങ്ങളെ ചന്തയിൽ വിറ്റഴിക്കുക എന്നുള്ളത്. ഇത്രത്തോളം മഹത്തരമായ അവകാശം എൻ്റെ പൊന്നു പെങ്ങളെ നിങ്ങൾക്ക് വെച്ചാൽ പോലും എന്തിനാ ഞങ്ങളുടെ പെണ്ണുങ്ങളെ വെച്ച വെക്കുന്നത്? നിങ്ങളെടുത്തോ, നിങ്ങൾ ചന്തയിൽ പോയി നിങ്ങളെ വിൽക്കുകയോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, വി ഡോണ്ട് കെയർ. പക്ഷേ ഇമ്മാതിരി സ്ത്രീ സ്വാതന്ത്ര്യം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആവശ്യമില്ല, ഹിന്ദുക്കൾക്ക് ആവശ്യമില്ലെന്നാണ് എൻ്റെ അറിവ്. അതെനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനിക്ക് നിങ്ങളുടെ ഇമ്മാതിരി പെണ്ണുങ്ങളെ ചന്തയെ കൊണ്ട് വിൽക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. മനസ്സിലായോ? ഓക്കെ, ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരാൾ വാട്സപ്പിൽ വിളിച്ച് തകർക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, വാട്സപ്പ് ഒന്ന് എടുക്കാൻ പറ്റും നോക്കട്ടെ. ഒന്നുകൂടെ വിളിക്കുക, ഞാൻ വാട്സപ്പ് എൻ്റെ വെബിൽ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് സ്ത്രീകളെ ചന്തയിൽ വിറ്റ പ്രവാചകൻ ചരിത്രത്തിൽ നിന്ന്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. ഒരു ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ സ്ത്രീകൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇനി നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. ഇസ്ലാമിക രാഷ്ട്രം വന്നാൽ സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കും എന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക് ഭരണാധികാരം ഉണ്ടാവത്തില്ല. സ്ത്രീകൾ ഭരിച്ചാൽ അത് നാശമാണ്. അതായത് ഫാത്തിമ തഹ്ലിയൊക്കെ മുഖ്യമന്ത്രിയാകുന്നുള്ള മോഹം ഉണ്ടെങ്കിൽ പോക്കറ്റ് ഇട്ടാൽ മതി. കാര്യം മുഹമ്മദിൻ്റെ ശരിതെറ്റുകൾ അനുസരിച്ചിട്ട് സ്ത്രീകൾ ഭരിക്കുന്ന സ്ഥലം നശിക്കും. He said, Muhammad said, never will succeed such a nation makes a woman as their ruler. സഹീഹ് അൽ ബുഖാരി ബുക്ക് നമ്പർ 92 ഹദീസ് നമ്പർ 50. Never will succeed such a nation as makes a woman their leader. ഒരു സ്ത്രീയെ ലീഡറാക്കുന്ന, നേതാവാക്കുന്ന ഒരു സമൂഹവും വിജയിക്കില്ല. മുസ്ലിം ലീഗ് ഫാത്തിമ തഹ്ലിയെ വനിതാ ലീഗിൻ്റെ നേതാവാക്കിയാൽ ആ പ്രസ്ഥാനം നശിച്ചു പോകുമെന്നാണ് നിങ്ങളുടെ പ്രവാചകൻ പറയുന്നത്. അപ്പോൾ വനിതാ ലീഗിൻ്റെ നേതാവായിട്ട് തങ്ങളുടെ കുടുംബത്തെ ഏതെങ്കിലും തങ്ങളെ തന്നെ ആക്കുന്നതായിരിക്കും നല്ലത്. വേണം ചുരിദാർ ഇടിച്ചോ. എന്തായാലും പെണ്ണുങ്ങളെ ഒരു സ്ഥാനത്ത് ലീഡറാക്കി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മുഹമ്മദാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ. ഓക്കെ, ഇത് ഒരു കാര്യം ആലോചിക്കണേ. ഇതാ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാലേ, മുഹമ്മദിൻ്റെ വല്യുപ്പാപ്പ ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്ക് മുന്നെയാണ് യോഹന്നാൻ ലേഖനം എഴുതുന്നത്. ആ ലേഖനത്തിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു, എലക്റ്റഡ് ലേഡി നിനക്ക് ഗ്രീറ്റിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് യോഹന്നാൻ്റെ 3ാമത്തെ ലേഖനം എന്നാണ് എൻ്റെ ഓർമ്മ. 2ാമത്തെയോ 3ാമത്തെ ലേഖനം. മാന്യ നായകിയാർക്ക് വന്ദനം, ഗ്രീറ്റിങ്സ് ടു ദ എലക്റ്റഡ് ലേഡി എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് യോഹന്നാൻ എഴുതുന്ന, ക്രിസ്തീയ സ്ത്രീയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് യോഹന്നാൻ എഴുതുന്ന ലേഖനമാണത്. മാന്യ നായകിയാർക്ക് വന്ദനം, ഗ്രീറ്റിങ്സ് ടു ദ എലക്റ്റഡ് ലേഡി എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് മുഹമ്മദ് ജനിക്കുന്നതിന് 600ഓളം വർഷങ്ങൾക്ക് മുന്നേ വിശുദ്ധ വേദഗ്രന്ഥത്തിനകത്ത് വിശുദ്ധ അപ്പോസ്തലനായ യോഹന്നാൻ ആ നാട്ടിലെയും സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീക്ക് ആ സ്ത്രീയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ലേഖനം എഴുതുന്നതാണ് കാലം. അതിലും 100-600 വർഷങ്ങൾക്ക് ശേഷം ജനിച്ചയാളാണ് മുഹമ്മദ് പറയുന്നത് സ്ത്രീകൾ ഭരണാധികാരിയായിരിക്കുന്ന സ്ഥലം നശിച്ച് മണ്ടാറടങ്ങിപ്പോവും എന്ന് പറഞ്ഞത്. ഇതാണ് അവസ്ഥ. ഇതാണ് സ്ത്രീകൾക്ക് സംഭവിക്കാൻ പോകുന്നത്. സ്ത്രീകൾ ഭരിച്ചാൽ നാശം. അത് പോട്ടെ, ഭരണമല്ലേ പോയുള്ളൂ എന്ന് നമുക്ക് ചിന്തിക്കാം. സഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 39 ഹദീസ് നമ്പർ 162 എന്താ പറയുന്നത്? ഇഫ് എ ബാഡ് ലക്ക് വേർ ടു ബി ഇൻ എനിത്തിങ്, നിർഭാഗ്യം എന്തിനെങ്കിലുമാണെന്ന് പറയുമെങ്കിൽ, ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ വുമൻ, ദ ഹോഴ്സ് ആൻഡ് ദ ബോട്ട്. കുതിരയും പെണ്ണും വാസസ്ഥലങ്ങളിൽ, ലോഡ്ജ് പോലുള്ള ടെമ്പററി വാസസ്ഥലങ്ങളുമൊക്കെ ദുശകനമാണ്, ബാഡ് ലക്കാണ്. സ്ത്രീ ഒരു ദുശകനമാണ്, ഒരു ബാഡ് ലക്കാണ് എന്ന് പറഞ്ഞയാളാണ് പ്രവാചകൻ. ഹീ ഡിസൈഡ്സ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്. മുഹമ്മദിൻ്റെ വാക്കുകളാണ് മുസ്ലിമിൻ്റെ ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ വെറും അപശകുനമാണ്, ദുശകുനമാണെന്ന് പറയുന്ന മുഹമ്മദിൻ്റെ വാക്കാണ് അവർക്ക് ശരി. ഫാത്തിമ തഹ്ലിയ, താങ്കളൊരു ദുശകനമാണെന്നാണ് നിങ്ങളുടെ പ്രവാചകനും മതവും നിങ്ങളുടെ മതരാഷ്ട്രവും പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്ത്രീയും കഴുതയും പട്ടിയും ഈക്വലാണ്.
നരേറ്റഡ് ബൈ ആയിഷ, പ്രവാചകന്റെ ബാല്യവധുവായ ആയിഷ പറയുന്നു, ദ തിങ്സ് വിച്ച് അന്യൂൾ ദ പ്രയർ വർ മെൻഷൻഡ് ബിഫോർ മീ, പ്രാർത്ഥന ഇല്ലാതാക്കുന്ന അല്ലെ പ്രാർത്ഥന റദ്ദാക്കുന്ന കാര്യങ്ങൾ എൻ്റെ അടുക്കൽ പറയപ്പെട്ടു. ദേ സെഡ് പ്രയർ ഈസ് അന്യൂൾഡ് ബൈ എ ഡോഗ്, പ്രവാചകർ ഇപ്രകാരം പറഞ്ഞു, പ്രാർത്ഥന റദ്ദാക്കപ്പെടും ഒരു പട്ടിയാൽ, ഒരു കഴുതയാൽ, പിന്നെ ഒരു പെണ്ണിനാൽ. സ്ത്രീയും കഴുതയും പട്ടിയും 3 പേരും ഈ മുമ്പിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഇവന്മാരുടെ നിസ്കാരം ഇല്ലാതായിത്തീരും. ഇവന്മാർ ഈ വഴിയിലും റോഡിലും ട്രെയിനിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരു പട്ടീനെ മുമ്പിൽ വിട്ടാലോ ഒരു പെണ്ണിനെ മുമ്പിൽ വിട്ടാലോ നിസ്കാരം തീരും. പറ്റുള്ളവരൊന്നും അങ്ങ് ചെയ്തോണേ. ഇവന്മാരെ ഈ വഴിയിലും റോഡിലും ഇവരുടെ മോസ്കിലും സ്ക്രീൻ അവരുടെ വ്യക്തിപരമായിട്ട് അതിനകത്തൊന്നും നമുക്ക് തടസ്സമൊന്നുമില്ല. അത് അവരുടെ ആരാധന സ്വാതന്ത്ര്യമാണ്, അതിനകത്ത് ആരും തടസ്സപ്പെടുന്നതിനോട് ഞാൻ ചോദിക്കില്ല. പക്ഷേ ഇവർ പൊതുസ്ഥലത്ത് വഴി തടസ്സപ്പെടുത്തി ഇവന്മാരുടെ നിസ്കാരം നടക്കത്തില്ല, ട്രെയിനിൽ, പ്ലെയിനിൽ, റോഡിൽ. അപ്പോൾ ഒരു പട്ടിയോ കഴുതയോ സ്ത്രീയോ നടന്നു പോയി കഴിഞ്ഞാൽ നിസ്കാരം തടസ്സപ്പെടും. ഒരു പട്ടി കടന്നാലും തടസ്സപ്പെടും, ഫാത്തിമ തഹ്ലിയ നടന്നാലും നഷ്ടപ്പെടും, ഒരു കഴുത നടന്നാലും തടസ്സപ്പെടും. അതായത് പട്ടിക്കും കഴുതക്കും തുല്യമായിട്ടാണ് ഫാത്തിമ തഹ്ലിയ അടക്കമുള്ള സ്ത്രീകളെ മുഹമ്മദും ഇസ്ലാമും കാണുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതെൻ്റെ അഭിപ്രായമല്ല കേട്ടോ. ഐ സെഡ്, സെബാസ്റ്റിമുനക്കലല്ല, ആയിഷ പറഞ്ഞു, യു ഹാവ് മെയ്ഡ് us ഡോഗ്സ്, നീയപ്പം ഞങ്ങളെ പട്ടികളാക്കിയില്ലേ എൻ്റെ പൊന്നു കെട്ടിയോനെ എന്ന് ആയിഷ മുഹമ്മദിനോട് ചോദിച്ചു. അതായത് പട്ടിയും പെണ്ണും കഴുതയും ഒക്കെ തുല്യവർഗക്കാരാണെന്ന് പ്രഖ്യാപിച്ച മഹത്തായ, ഇതാണ് സ്ത്രീകൾക്ക് ആദ്യമായി അവകാശം കൊടുത്ത പുസ്തകമാണ് ഖുർആൻ എന്ന് തഹ്ലിയ പറയുന്നത്. എൻ്റെ പൊന്ന് തഹ്ലിയ, ഈ കഴുതയോടൊപ്പമുള്ള അവകാശം നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് വേണ്ട. ആദ്യമായിട്ട് സ്ത്രീയെ കഴുതയാക്കിയ, പട്ടിയാക്കിയ, ദുശകനമാക്കിയ ഒരു പുസ്തകമാണ് ഖുർആനും സുന്നത്തും. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല എന്ന് നമുക്കറിയാം. ഇനി പൂച്ചയുടെ അത്രയും പോലും ഉപകാരമില്ല. പക്ഷെ പൂച്ച സാർ അത്യാവശ്യം വലുതാട്ടോ, നമ്മൾ പൂച്ച സാറിനെ കുറ്റം പറയുന്നുമല്ല, നാളെ പൂച്ച സാറ് ദേഷ്യപ്പെടരുത്. പക്ഷെ പൂച്ചയുടെ അത്രയും പോലും ഗുണമില്ലാത്തവരാണ് ഫാത്തിമ തഹ്ലിയ എന്നാണ് മുഹമ്മദ് പറയുന്നത്. സുനാൻ ഇബ്നു മാജ ഹസൻ സഹിയായിട്ടുള്ള ഹദീസാണ്, ബുക്ക് നമ്പർ 1, ഹദീസ് നമ്പർ 103. മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, അബൂ ഹുറൈറ നിവേദനം, കാറ്റ്സ് ഡു നോട്ട് ഇൻവാലിഡേറ്റ് പ്രയർ, പട്ടിയും കഴുതയും പെണ്ണും കടന്നുപോയാൽ പ്രാർത്ഥന റദ്ദാവും, പക്ഷെ പൂച്ച കടന്നുപോയാൽ റദ്ദാവില്ല. ബിക്കോസ് ദേ ആർ വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ആർ യൂസ്ഫുൾ ഇൻ ദ ഹൗസ്. ഇയാൾക്ക് എന്താ പറയുക, ഭക്ഷണം വെച്ച് കൊടുക്കുന്ന പൂച്ചയായിരിക്കും. നമുക്കൊക്കെ ഭക്ഷണമൊക്കെ ഭാര്യമാരാ വെച്ച് തരുന്നത്, ഇങ്ങേർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തിച്ച് പൂച്ചയായിരിക്കും. അതുകൊണ്ട് പൂച്ച നടന്നു പോയാൽ പ്രശ്നമില്ല. കാര്യം പൂച്ച വീട്ടിൽ ഉപകാരമുള്ള ജീവിയാണ്. കഴുതയും പട്ടിയും ഈ സ്ത്രീയും ഉപകാരമില്ലാത്ത ജീവികളാണ്. അതുകൊണ്ട് അവർ പൂച്ചയുടെ അത്രയും പോലും നമുക്ക് വിലയില്ല. എൻ്റെ ഫാത്തിമ തഹ്ലിയ, ഒരു പൂച്ചക്ക് കൊടുക്കുന്ന അവകാശം പോലും സ്ത്രീകൾക്ക് ഖുർആനും സുന്നത്തും കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് പറഞ്ഞതാ. അബൂ ഹുറൈറ നിവേദനമായിട്ട് മുഹമ്മദ് പറഞ്ഞ കാര്യമാണ്. പൂച്ച പ്രാർത്ഥന റദ്ദാക്കുന്നില്ല, പക്ഷെ പട്ടിയും കഴുതയും സ്ത്രീയും പ്രാർത്ഥന റദ്ദാക്കും. ഓക്കെ, ബിക്കോസ് ദേ ആർ വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ആർ യൂസ്ഫുൾ ഇൻ ദ ഹൗസ്. കാര്യം പൂച്ച വീട്ടിൽ ഉപകാരമുള്ള ജീവിയാണ്. ദൈവമേ, പ്രവാചകന്റെ പൂച്ചയുടെ അവസ്ഥ ഓർത്തിട്ടാണ്. സാരമില്ല, പുള്ളിയുടെ ഉപകാരമല്ല, എന്ത് ഉപകാരമായിരിക്കും തമ്പുരാൻ അറിയാം. ഇനി സ്ത്രീകളോ, ഡൊമസ്റ്റിക് ആനിമൽസിനെ പോലെയാണ്. ഹിസ്റ്ററി ഓഫ് അൽ തബരി, അതിൻ്റെ വോളിയം 9, പേജ് നമ്പർ 113. അൽ തബരി എഴുതിയ മുഹമ്മദിൻ്റെ സീറയുടെ വോളിയം 9, പേജ് നമ്പർ 113 പറയുന്നത് എന്താ? ദെൻ അള്ളാഹു പെർമിറ്റ്സ് യു ടു ഷട്ട് ദം ഇൻ സെപ്പറേറ്റ് റൂംസ് ആൻഡ് ബീറ്റ് ദം ബട്ട് നോട്ട് സിവിയർലി. അവരെ അടിക്കുക, കൊല്ലണ പോലെ അടിക്കരുത് കേട്ടോ, കൊന്നു കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പോകേണ്ടി വരില്ലേ. അതുകൊണ്ട് അണ്ണൻ അതിനകത്തൊരു എക്സ്ക്യൂസ് ഉണ്ട്, കൊല്ലരുത് നടേശ, കൊല്ലണ്ട, പക്ഷെ തല്ലണം. ഓക്കെ, ഈ സ്ത്രീകൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ സംശയിച്ചാൽ അവരെ തല്ലുക, അവരെ റൂമിൽ പൂട്ടിയിടുക, തല്ലുക. സ്ത്രീകൾക്ക് അവകാശം കൊടുത്ത പുസ്തകമാണ് ഖുർആൻ. സ്ത്രീകളെ അടിക്കാൻ അവകാശം കൊടുത്ത പുസ്തകമാണ് ഖുർആൻ എന്നുള്ളതാണ് വാസ്തവം. ഇഫ് ദേ അബ്സ്റ്റെയിൻ ഫ്രം ഈവിൾ, പിന്നെ അതെന്ന് വെച്ചാൽ ട്രീറ്റ് വുമൺ വെൽ, സ്ത്രീകളെ നമ്മൾ നന്നായി നോക്കണം. എന്തുകൊണ്ടാണ്? അവർ അമ്മയും സഹോദരിയുമായതുകൊണ്ടാണോ? അല്ല, ഫോർ ദേ ആർ ലൈക്ക് ഡൊമസ്റ്റിക് ആനിമൽസ്, അവർ വളർത്തു മൃഗങ്ങളെ പോലെ ആയതുകൊണ്ടാണ്. എൻ്റെ പൊന്നു സഹോദര, ഈ സഹോദരി, ഈ പറയുന്ന നിങ്ങൾ സ്ത്രീകളെ ഈ മുഹമ്മദ് കണ്ടിരുന്നത് വളർത്തുമൃഗങ്ങൾക്ക് തുല്യമായിട്ടാണ്. സ്ത്രീകളെ നമ്മൾ നന്നായിട്ട് നോക്കണം. വളർത്തുമൃഗങ്ങൾ കെട്ടിയിടത്തില്ലേ? കെട്ടിയിടും. വളർത്തുമൃഗങ്ങളെ തല്ലത്തില്ലേ? തല്ലും. പക്ഷെ നമ്മൾ പുല്ലും വെള്ളവും കൊടുക്കത്തില്ലേ? കൊടുക്കും.
അതുപോലെ ആയിരിക്കണം സ്ത്രീകൾ, അതുപോലെ നന്നായിട്ട് വേണം. പശുവിനെ നോക്കണ പോലെ നന്നായിട്ട് നോക്കിക്കോണം. എന്തുകൊണ്ടാ? ദേ ആർ ലൈക്ക് ഡൊമസ്റ്റിക് ആനിമൽസ്. അവർ വീട്ടുമൃഗങ്ങൾക്ക് തുല്യമായതുകൊണ്ട്, വീട്ടുമൃഗങ്ങളെ പോലെ ആയതുകൊണ്ട് അവരെ നിങ്ങൾ നോക്കിക്കോണം. ഇസ്ലാമിലെ ഒരു സ്ത്രീകളുടെ ഒരു അവസ്ഥ, ഇസ്ലാമിക രാഷ്ട്രം കേരളത്തിൽ വന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താ? പൂച്ചസാറിന് കിട്ടുന്ന ബഹുമാനം പോലും ഇല്ലാതെ നരകിക്കേണ്ടി വരും. അവിടെയാണ് ഫാത്തിമ തഹ്ലിയുടെ വാക്കുകൾ വൈറലാവേണ്ടത്. എന്താണ് പുള്ളിക്കാരി പറഞ്ഞത്? ഈ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ്. എൻ്റെ പൊന്നു പെങ്ങളെ, ഇമാതിരി അവകാശം പെങ്ങൾ പോക്കറ്റിലിട്ടുണ്ട് നടന്നു. ഞങ്ങൾക്ക് ആർക്കും വേണ്ട, ഞങ്ങളുടെ സ്ത്രീകൾക്ക് വേണ്ട. ഞങ്ങൾ സ്ത്രീകളെ വീട്ടുമൃഗങ്ങളായിട്ടൊന്നും കണക്കാക്കാറില്ല. ഓക്കെ, പട്ടിക്കും കഴുതക്കും തുല്യമായിട്ട് ഞങ്ങളുടെ സ്ത്രീകളെ കണക്കാക്കാറില്ല. പെങ്ങൾ പട്ടിയും കഴുതയും പൂച്ചയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആയിക്കോ, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. പക്ഷേ ഇമാതിരി ഇസ്ലാമുമായിട്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് വരാൻ നിൽക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി സ്ത്രീകളെ നൈസായിട്ട് നല്ല അടിച്ചങ്ങ് കൂട്ടാം. ഖുറാനിലെ ഈ കൊടുത്ത അവകാശം, സ്ത്രീകൾക്ക് ഖുറാൻ അവകാശം കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ആ അവകാശം ഖുറാനിലെ 4-ാമത്തെ സൂറത്ത് അൽ നിസ, അതായത് സ്ത്രീ. ഖുറാനിൽ ആരെയൊക്കെ അപമാനിക്കണമോ അവരുടെയൊക്കെ പേരിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓക്കെ, കവികളെ അപമാനിക്കുന്നതിന്, കവികളോട് കൂടെ പോണവന്മാരെല്ലാം പണ്ടാറൊടുങ്ങിയവന്മാരാണെന്ന് പറഞ്ഞ് കവികളെ ശപിക്കുന്നതിന് വേണ്ടി എഴുതിയ സൂറയുടെ പേര് സൂറ കവി, സൂറ ഷൂറ. സ്ത്രീകളെ അടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടും, കല്യാണം കഴിച്ച സ്ത്രീകളാണെങ്കിൽ പോലും ഭർത്താവ് ജീവനോടുണ്ടെങ്കിൽ പോലും അവരുമായി ലൈംഗിക ബന്ധമാവാം, അവരെ തട്ടിക്കൊണ്ടു വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ ആയത്തിറക്കിയ സൂറയുടെ പേരാണ് സൂറത്ത് സ്ത്രീ, സൂറത്ത് അൽ നിസ. ഓക്കെ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറുവിഭാഗത്തേക്കാൾ അല്ലാഹു കഴിവ് കൂടുതൽ കൊടുത്തതുകൊണ്ടും പുരുഷന്മാർക്ക് അല്ലാഹു കൂടുതൽ കഴിവ് കൊടുത്തു, പെണ്ണുങ്ങൾക്ക് കഴിവ് കുറവാണ്. ഫാത്തിമ തഹ്ലിയക്കൊന്നും ഒരു കഴിവുമില്ല, ഈ മൊല്ലാക്കടത്തരം കഴിവില്ലെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, പുരുഷന്മാർ അവരുടെ ധനം ചെലവഴിച്ചത് കൊണ്ടാണ്. മഹർ കൊടുക്കുന്നില്ലേ? പൊന്നു പെങ്ങന്മാരെ, മഹർ തരുമ്പോൾ ഇതൊന്നും വേണ്ട, നിങ്ങളെ ഈ അടിമകളെ പോലെ കൂലിക്ക് വാങ്ങിക്കുന്നതാണ് കാണുന്നത്. മനസ്സിലായോ? മഹർ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ മഹർ അങ്ങോട്ട് കൊടുത്ത സ്ത്രീകളെ കിട്ടുന്നത്. കാശിന് പട്ടീനെയും കഴുതേനെയൊക്കെ വാങ്ങിക്കത്തില്ലേ, നമ്മൾ വീട്ടുമൃഗങ്ങളെ വാങ്ങിക്കില്ലേ, അതുപോലെ വാങ്ങിക്കുന്നതിനുള്ള കൂലിയാണ് തരുന്നത്. ഓക്കെ, അവരുടെ ധനം ചെലവഴിച്ചുകൊണ്ടാണ്. അതിനാൽ നല്ലവരായ സ്ത്രീകൾ അനുസരണശീലമുള്ളവരും അല്ലാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരുമാണ്. പുരുഷന്മാർ സ്ത്രീകളുടെ അഭാവത്തിൽ 3 രാത്രിത്തേക്ക് പെണ്ണുങ്ങൾ വാടക എടുക്കാൻ അല്ലാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെണ്ണുങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല, സംരക്ഷിച്ചോണമായിരുന്നു. എന്നാൽ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ, അനുസരണക്കേട് കാണിച്ച സ്ത്രീകളെ പോലും അല്ല, കാണിക്കുമെന്ന് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. ഇത് പറഞ്ഞാണ് സ്ത്രീകൾക്ക് കിട്ടാനുള്ളതൊക്കെ കൊടുത്ത ഒരു ഗ്രന്ഥം ഇത്. ലോകത്ത് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിനകത്ത്, ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രാകൃത ഗോത്രമത ഗ്രന്ഥത്തിനകത്തെങ്കിലും പെണ്ണുങ്ങളെ തല്ലാം എന്നൊരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഖുറാനിൽ മാത്രമാണ്. വിശുദ്ധ വേദപുസ്തകം ബൈബിൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് സ്ത്രീകളെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയാമോ? 1 പത്രോസിന്റെ ലേഖനം 3:7 പറയുന്നത്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്ന് അവർ ജീവന്റെ കൃപക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പരിശുദ്ധാത്മ നിവേശിതരായിട്ട് വിശുദ്ധ അപ്പോസ്തലന്മാർ പറയുക, സ്ത്രീകൾക്ക് ബലഹീനപാത്രമാണ് അവർ, പക്ഷേ അതുകൊണ്ട് അവരെ അവഗണിക്കണമോ, നിങ്ങൾ അവരെ തല്ലുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അവർ പക്ഷെ ദൈവത്തിന്റെ കൃപക്ക് അവർ കൂട്ടവകാശികളാണ്, അല്ലാതെ നിനക്ക് ഒറ്റക്ക് പോയല്ല, നീയും നിന്റെ ഭാര്യയും ഒരുമിച്ചാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത് എന്നുമോർത്ത് അവർക്ക് നിങ്ങൾ ബഹുമാനം കൊടുക്കണം. നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് വിശുദ്ധ വേദഗ്രന്ഥം ദൈവവചനം പഠിപ്പിക്കുമ്പോൾ സാത്താന്യ വചനം പഠിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾ സംശയിച്ചാൽ അവരെ അടിക്കുക, അവരെ പട്ടിക്കും പൂച്ചക്കും തുല്യമായിട്ട് മാത്രം കണക്കാക്കുക എന്ന് പറയുന്നത് സാത്താന്യ വചനം. എന്നാൽ ദൈവവചനം പറയുന്നത് നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുക. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 11-ാം അധ്യായം അതിന്റെ 12-12 വാക്യങ്ങൾ വായിച്ചാൽ, എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനില്ല. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ പുരുഷനും സ്ത്രീ മുഖാന്തരമാണ് ഉളവാകുന്നത്. എന്നാൽ ദൈവം സകലത്തിനും കാരണഭൂതൻ. സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായി, ആദത്തിൽ നിന്ന് ഹവ്വ ഉണ്ടായെന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാരും ആദത്തിൽ സ്ത്രീയിൽ നിന്നാണ് ഇന്ന് ജനിക്കുന്നത്. അപ്പോൾ പുരുഷനിൽ നിന്ന് സ്ത്രീ ഉണ്ടായെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സ്ത്രീയിൽ നിന്നാണ് പുരുഷൻ ഉണ്ടാകുന്നത്. സോ ദേ ആർ ഈക്വൽ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുമ്പോൾ സാത്താന്യ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, സ്ത്രീകളെ തല്ലിക്കോ,
സ്ത്രീകൾ വെറും വീട്ടുമൃഗങ്ങളാണ്, അവർക്ക് കഴിവില്ലാത്തവരാണ്, അവർ ക്വാളിറ്റി ഇല്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്. സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 6 ഹദീസ് നമ്പർ 9 പറയാണ്, ഹീ സെഡ് ലോ നോട്ട് ദ എവിഡൻസ് ഓഫ് 2 women equal to the witness of 1 man. ഈ സാക്ഷി പറയാൻ ചെല്ലാൻ നേരത്ത് ഒരു പുരുഷൻ സാക്ഷി പറഞ്ഞതിന് തത്തുല്യമാണെങ്കിൽ 2 സ്ത്രീ പറയണം. ഒരു എന്താ പറയുക, യൂത്ത് ലീഗിൻ്റെ ഒരു പുരുഷ മെമ്പർ സാക്ഷി പറഞ്ഞതിന് എതിരായിട്ട് സാക്ഷി പറയണമെങ്കിൽ ഫാത്തിമ തഹ്ലിയെ വേറൊരു പെണ്ണിനെ കൂടെ വിളിച്ചുകൊണ്ട് വന്നാൽ ഈക്വൽ ആവത്തുള്ളൂ. കാര്യം 2 പെണ്ണിന് തുല്യമാണ് ഒരു പുരുഷൻ ഇസ്ലാമിൽ. അതായത് പകുതി അവകാശമേ ഉള്ളൂ ഇസ്ലാമിൽ. ഇനി അതിൻ്റെ വിശദീകരണം വായിച്ചാലാണ് രസം. ദിസ് ഈസ് ദ ഡെഫിഷ്യൻസി ഇൻ ഹെർ ഇൻ്റലിജൻസ്. കാര്യം ഫാത്തിമ തഹ്ലി അടക്കമുള്ള പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ അത്രയും ബുദ്ധിയില്ല. ജൂഡിത്ത് പോൾക്കറൊന്നും കേൾക്കരുത്. ഓക്കെ, മേരി ക്യൂറിയൊക്കെ കേട്ട് കഴിഞ്ഞാണല്ലോ അവനൊക്കെ റേഡിയം കലക്കി കൊടുക്കും. ദിസ് ഈസ് ദ ഡെഫിഷ്യൻസി ഇൻ ഹെർ ഇൻ്റലിജൻസ്. സ്ത്രീകൾക്ക് ആണുങ്ങളുടെ പകുതി ബുദ്ധിയേ ഉള്ളൂ. അതുകൊണ്ട് 2 പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒരാണിൻ്റെ സാക്ഷിമൊഴിക്ക് തുല്യമാവത്തുള്ളൂ. Is it not true that a woman can neither pray nor fast during their mens? The woman replied affirmatively. He said this is a deficiency in her religion. Menstruation period അവർക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർ അശുദ്ധരാണ്. അതുകൊണ്ട് മതകാര്യത്തിലും അവർ പകുതിയേ ഉള്ളൂ, സാക്ഷിമൊഴിയിൽ അവർ പകുതിയുള്ള കാര്യം അവർക്ക് ബുദ്ധിയില്ല. ഇതാണ് ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടായാൽ സകല സ്ത്രീകളുടെയും കാര്യം കട്ടപ്പഹ ഗുദാഹുവ എന്ന് നമ്മൾ പറയേണ്ടി വരും.